സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് റിയാദ് മെട്രോയുടെ റെഡ് ലൈൻ പാത ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനായുള്ള കരാർ റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ നൽകി കഴിഞ്ഞു. നിലവിലുള്ള പാതയോടൊപ്പം 8.4 കിലോമീറ്റർ ദൂരം കൂടി പുതുതായി നിർമ്മിക്കും. കിങ് സൗദ് യൂണിവേഴ്സിറ്റി മുതൽ ചരിത്ര പ്രധാനമായ ദിരിയ ഗേറ്റ് വരെയുള്ള ഈ പുതിയ പാതയിൽ 5 പുതിയ സ്റ്റേഷനുകൾ ഉണ്ടാകും. ഏകദേശം 6 വർഷം കൊണ്ടാണ് ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കുക. ഇതിൽ 7 കിലോമീറ്ററോളം ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയും ബാക്കി ഭാഗം ഉയരത്തിലുള്ള പാതയുമായിരിക്കും. പുതിയ സ്റ്റേഷനുകൾ വരുന്നതോടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും ദിരിയ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും യാത്ര വളരെ എളുപ്പമാകും. ഈ വിപുലീകരണം പൂർത്തിയാകുന്നതോടെ റോഡുകളിൽ നിന്ന് പ്രതിദിനം 1.5 ലക്ഷത്തോളം വാഹനങ്ങൾ കുറയുമെന്നും ഇതുവഴി ഗതാഗത കുരുക്കും മലിനീകരണവും കുറയുമെന്നും അധികൃതർ കരുതുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ തടസ്സമില്ലാതെ പോകാൻ പ്രത്യേക യാത്രാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൽമാൻ രാജാവിന്റെയും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതി നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 17.3 കോടിയിലധികം ആളുകൾ റിയാദ് മെട്രോയിൽ യാത്ര ചെയ്തു എന്നത് ഇതിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോ പദ്ധതികളിൽ ഒന്നായ റിയാദ് മെട്രോയ്ക്ക് ആകെ 6 പാതകളിലായിട്ട് 176 കിലോമീറ്റർ നീളവും 85 സ്റ്റേഷനുകളും ഉണ്ട്. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ മെട്രോ ശൃംഖല കൂടിയാണിത്. 2024 ഡിസംബർ മുതൽ വിവിധ ഘട്ടങ്ങളിലായാണ് ഇതിന്റെ സർവീസുകൾ തുടങ്ങിയത്. മെട്രോയോടൊപ്പം തന്നെ 842 ബസ്സുകളും 80 ബസ് റൂട്ടുകളും അടങ്ങുന്ന വലിയൊരു യാത്രാ ശൃംഖലയും നഗരത്തിലുണ്ട്. ഇന്ധന ഉപയോഗം കുറയ്ക്കാനും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനും സഹായിക്കുന്ന ഈ മെട്രോ സംവിധാനം റിയാദിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കുന്നു.